ബസ്സിൽ വെച്ച് അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു യുവാവിനെ കൊന്നു കളഞ്ഞു. കൊന്നു എന്ന് തന്നെ മനഃപൂർവ്വം പറയുന്നതാണ്. ആ പേര്, അവരുടെ പേര്, അതിന് ഇറങ്ങിത്തിരിച്ച സ്ത്രീയുടെ പേര് ഷിംജിത എന്നാണ്. അവർ ലീഗിൻ്റെ പ്രവർത്തകയാണ്. പക്ഷേ അവരെ ഇപ്പോൾ ലീഗ് എന്നല്ല പറയുന്നത്, പൊതുപ്രവർത്തക എന്ന് മാത്രമാണ്. ജനപ്രതിനിധി ആയിരുന്നവർ എന്നാണ്. ലീഗ് എന്ന് പറയാൻ വലിയ മടിയാണ്. കാരണം ലീഗ് എന്നുള്ളത് പറയാൻ പാടില്ല. കാരണം ലീഗ് എന്ന് പറഞ്ഞാൽ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മതേതരത്വ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ലീഗ് എന്നുള്ളത്. അത് ചരിത്രബോധമില്ലാത്തവർ പറയുന്നതാണ്. ലീഗിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ സീതി ഹാജി എന്നങ്ങടെ എൻ്റെ പേര്. അത് പിന്നെ പിൽക്കാലത്ത് 1960 പെട്ടെന്നാണുള്ള മന്ത്രിസഭയുടെ കാലത്ത് അയാൾ സ്പീക്കറായി തുപ്പിയേക്ക് ഊരിയിട്ട് അയാളുടെ ആദ്യത്തെ പരപ്പനങ്ങാടി സ്പീച്ചിനെ കുറിച്ചിട്ട് പാലളി മുഹമ്മദ് കുട്ടി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അയാൾ പറഞ്ഞത് ഹിന്ദുക്കൾ വലതോട്ട് മുണ്ടെടുക്കും, ഇന്ത്യ സ്വതന്ത്രമായി കഴിഞ്ഞാലുള്ള പ്രശ്നം ഇന്ത്യ ഹിന്ദുക്കൾ ഭരിക്കും, അത് മുസ്ലിങ്ങളായിട്ട് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഹിന്ദുക്കൾ വലതോട്ട് മുണ്ടെടുക്കും, നമ്മൾ ഇടതോട്ട് മുണ്ടെടുക്കും. ഹിന്ദുക്കൾക്ക് മറ്റേ ചാണകം ഇഷ്ടപ്പെട്ട സാധനമാണ്, ഞമ്മക്കത് ഹറാമാണ് എന്ന് പറഞ്ഞ വർഗീയവാദിയായിട്ടുള്ള കൊടും വർഗീയവാദിയായിരിക്കുന്ന ആളാണ് ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്നത്. അയാളെയാണ് വെള്ളപൂശിയുടെ തൊപ്പി ഉരിച്ചുകൊണ്ട് അയാളെ പെട്ടെന്നാണ് മന്ത്രിസഭയിൽ കോൺഗ്രസ്സുകാരെ എടുത്തിരുന്നു. അങ്ങനെ കോൺഗ്രസ്സുകാരടക്കമുള്ള ആളുകൾ ചെയ്തിട്ടുള്ള ചില നറേഷൻസിൻ്റെ ഭാഗമാണ് മുസ്ലിം ലീഗുകാർ വളരെ മാന്യന്മാരാണെന്നുള്ള പ്രയോഗം നടത്തുക. ഈ മാന്യന്മാരായതിൻ്റെ പേരിലാണ് ഈ പറയുന്ന ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന സ്ത്രീയുടെ, അവർ രാഷ്ട്രീയം പറയുന്നില്ല, അവർ പൊതുപ്രവർത്തകയാണ്. പക്ഷെ അവർ 5 കൊല്ലക്കാലം പഞ്ചായത്ത് മെമ്പറായിരുന്നല്ലോ, ലീഗിൻ്റെ മെമ്പറായിരുന്നല്ലോ. ലീഗ് അവർ പുറത്താക്കിയോ? അവർ കയ്യിലിരിപ്പെന്തായിരുന്നു അവരുടെ? അവർ ആദ്യമായിട്ട് ഈ പണി നടത്തിയല്ലോ. അവരെവിടേക്ക് അവർ പർദ്ദ ഉപയോഗിക്കുക? അവർ വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള പരാതികൾ ധാരാളം ഉണ്ടല്ലോ. ഇതിനെക്കുറിച്ച് ആരെങ്കിലും അന്വേഷണം നടത്തിയിരുന്നോ? ഈ പറയുന്ന സ്ത്രീ അടക്കമുള്ള ആളുകൾക്ക് അവരുടേതായിട്ടുള്ള നിക്ഷിപ്തമായുള്ള താല്പര്യങ്ങളുണ്ട്. ഈ താല്പര്യങ്ങൾ പലതും ഹൈന്ദവ വിരുദ്ധമാണ്. ഞാൻ മറ്റൊന്ന് പറഞ്ഞാലേ, ഇപ്പോൾ ഷിംജിത മുസ്തഫ എന്ന് പറയുന്നൊരു മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തക അല്ലായിരുന്നു എന്നിരിക്കട്ടെ, വേറെ ഏതെങ്കിലും പ്രവർത്തകയായിരുന്നു, അവർ വനവാസിയായിരുന്നെങ്കിൽ പോലും അവർ വനവാസി കല്യാണാശ്രമത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞ് ഹിന്ദുവാണെന്ന് പറഞ്ഞിന്, സംഘപരിവാറാണെന്ന് പറഞ്ഞിന്. ഹിന്ദു നാമധാരിയാണെങ്കിൽ സംഘപരിവാറാക്കി മാറ്റും. സംഘപരിവാറാക്കി മാറ്റും. അത് മറിച്ച് ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് വലിയ ബന്ധമുള്ള ആളുകൾ മുസ്ലിം ലീഗിനകത്ത് വ്യാപകമാണ്. അവരെ പ്രതിനിധിയാണ് ഈ പറയുന്ന സഹോദരി. ഇപ്പം തന്നെ നമുക്കറിയാലോ, അവരിപ്പോൾ ആരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ്? അവരെ രക്ഷിക്കുന്നത് മുസ്ലിം ലീഗിന് സംസ്ഥാന നേതൃത്വമാണ്. അവരെ കാണാനില്ല ഇപ്പം. അവർ അബ്സ്കൗണ്ടിങ് നടത്തി. ഞാൻ അവരെ കണ്ടു. അവർ FIR 0063 ആണ് പുതുതായിട്ട് ചാർജ് ചെയ്തിരിക്കുന്നത്. ഇന്നലെയാണത് സബ്മിറ്റ് ചെയ്തത്. ഈ പറയുന്ന FIR പ്രകാരമുള്ളത് അവരെ അബ്സ്കൗണ്ടിങ്, അവരെ കാണാനില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ പോലീസുകാരന് വേറെ എന്താ പണിയുള്ളത്? ഈ പോലീസുകാരൻ ഇവരെന്ത് കസ്റ്റഡിയിൽ എടുക്കാത്തത്? കസ്റ്റഡിയിൽ എടുക്കാതിരിക്കാനുള്ള കാരണം ഇവർ മുസ്ലിം ലീഗിൻ്റെ കസ്റ്റഡിയിലാണ്. ഇവരെ സംരക്ഷിക്കുന്ന ലീഗാണ്. ഇവരെ കമ്മ്യൂണിസ്റ്റ് ലീഗ് CPM ബന്ധമാണ് ഇവർ കത്ത് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവരെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പം അതിന് പകരമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർ പൊതുപ്രവർത്തകയാണ്. ഇവരെ ഈ കേസ് ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന മരിച്ച ദീപക്കിൻ്റെ അമ്മ പരാതി കൊടുക്കുന്ന പിന്നാക്ക സമുദായക്കാരിയായിരിക്കുന്ന ആ സ്ത്രീ പരാതി കൊടുക്കുന്നവരേക്കും ഈ ചർച്ച ഇവിടെ വന്നിരുന്നില്ല. അത് ആരും ഇതിനെക്കുറിച്ച് ഉന്നയിച്ചിരുന്നില്ല. ബാക്കി ഏതെങ്കിലും വിഷയമായിരുന്നു എന്നിരിക്കട്ടെ, ഭയങ്കര വലിയ വായിൽ സംസാരിക്കും. നമ്മുടെ അന്ത്യചർച്ചക്കാർ, അതുപോലെ തന്നെ വിചാരണ കോടതിക്കാർ, ഇവരെല്ലാവരും കൂടിയായിട്ട് വലിയ വലിയ ചർച്ചകൾ നടത്തുമായിരുന്നു. ഈ മാധ്യമ കോടതിയൊന്നും ഇപ്പം ഉണ്ടായില്ലല്ലോ. കാരണം ആർക്കും വിഷയമൊന്നും അറിയാൻ പാടില്ലല്ലോ. ഈ പറയുന്ന കാരണം ഇതിൻ്റെ പ്രതിയായിട്ട് വന്നിരിക്കുന്നത് മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സ്ത്രീയാണ്. മാത്രമല്ല അവരിപ്പോൾ എവിടെ പോയെന്ന് എല്ലാവർക്കും സംശയം. പിന്നെ ഈ പോലീസുകാരൻ്റെ പണി എന്താ എനിക്ക് മനസ്സിലാവാത്തതാണ്. പോലീസുകാർ ഇവരെ ലീഗുകാരി ആയതുകൊണ്ട് സംരക്ഷിക്കും. കാരണം അത് തൊട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്നുള്ള ഭയം കാണും. വലിയ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് ധരിക്കുന്ന ഒന്ന്. പിന്നെ ലീഗിന് ഇവരൊക്കെ വെള്ളം ഊച്ചി വെച്ചിട്ടുണ്ട്. ലീഗ് വളരെ മാന്യന്മാരുടെ പ്രസ്ഥാനമാണ്. പക്ഷേ ലീഗ് യഥാർത്ഥത്തിൽ ആരാണ്? ലീഗ് മുസ്ലിം ജനവിഭാഗത്തിലെ വരേണ്യവർഗത്തിൻ്റെ പ്രസ്ഥാനമാണ്. അവിടുത്തെ നമ്പൂരിമാരുടെ പ്രസ്ഥാനമാണ്, ആ തങ്ങളുമാരുടെ. അവിടുത്തെ കോയമാരുടെ പ്രസ്ഥാനമാണ്. അവിടുത്തെ സുന്നികളുടെ പ്രസ്ഥാനമാണ്. അവിടുത്തെ പിന്നാക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് ആർക്കും ഈ പറയുന്ന ലീഗിനകത്ത് പ്രവേശനമില്ല. അങ്ങനെയുള്ള സമ്പന്നരായിരിക്കുന്ന വരേണ്യവർഗത്തിൽപ്പെട്ട മുസ്ലിം ലീഗിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പൊതുപ്രവൃത്തിയായിട്ട് തൽക്കാലത്തേക്ക് ഇവർ ചേക്കേറുകയാണ്. ഇവർ ഇലക്ഷൻ സമയത്താണ് വന്നതെന്നൊക്കെയാണ് പറയാം. വിദേശത്തായിരുന്നു എന്നൊക്കെയാണ്. വിദേശത്ത് നിന്ന് വന്ന ചില ആളുകൾ പാർട്ടിക്ക് പണം കൊടുത്ത് സീറ്റ് വില കൊടുത്ത് വാങ്ങിച്ച് മത്സരിച്ച് ജയിച്ച് പഞ്ചായത്ത് മെമ്പറായ ഗണത്തിലാണോ എന്നുള്ളതുകൂടി അന്വേഷിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇവരെ ഇന്ന് ആരൊക്കെ പണം വാങ്ങിച്ചിട്ടുണ്ട്,
എന്നുള്ള കൂടി ചർച്ച വരേണ്ടതാണ്. മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃത്വമാണോ, സംസ്ഥാന നേതൃത്വമാണോ, കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ളവരാണോ, പാണക്കാട് തങ്ങളാണോ എന്നൊക്കെ നിരവധി സംശയങ്ങൾ ആളുകളുടെ മുമ്പിലുണ്ട്. ഏതാണെങ്കിലും ഇവരൊക്കെ തന്നെയാണ് ഇത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്നത്, കാരണം ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് പാവപ്പെട്ട ദീപക്കിനാണ്. ദീപക് പിന്നോക്കക്കാരനാണ്. ഇതിനെക്കുറിച്ചാണ് 921 മഹാകവി കുമാരനാശൻ അദ്ദേഹത്തിന്റെ ദുരവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ മ്ലേച്ഛ മുഹമ്മദിയർക്ക് അമ്മ പെങ്ങന്മാരില്ലെന്ന് കൃത്യമായിട്ട് ദുരവസ്ഥയിൽ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. കാരണം അന്ന് കൊല ചെയ്യപ്പെട്ട ആളുകൾ പിന്നാക്ക സമുദായക്കാരാണ്. അതുകൊണ്ടാണ് സാവിത്രിയുടെ കഥ അദ്ദേഹം എഴുതിയത്. ഈ തരത്തിൽപ്പെട്ട എത്രയോ കുടുംബങ്ങളെ സംബന്ധിച്ച് ചാത്തന്റെ കഥ, ഇതൊക്കെ കുമാരനാശാൻ എഴുതാനുള്ള പ്രധാനപ്പെട്ട കാരണം നിരവധി പിന്നാക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾ ആ കാലത്ത് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർ മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തനിയാവർത്തനമാണ് ശരിക്കത്. ഇപ്പം ഈ പറയുന്ന സ്ത്രീ ഇതിനകത്ത് കയറിയിട്ട് ഒരു കള്ള വീഡിയോ അവരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരിക്കലും വിശ്വാസമില്ല അവർ ഒറ്റയ്ക്കായിരിക്കുന്നത്. അവരെ പിന്നിൽ ആരൊക്കെയുണ്ട്, അതിനകത്ത് ലീഗിൻ്റെ ആരൊക്കെയാണെന്ന് വ്യക്തമാക്കണം. ഇവർ പയ്യന്നൂർ പോയിട്ടാണല്ലോ ചെയ്തത്, ഇല്ലാത്ത സംഭവമാണല്ലോ ഇവർ റെക്കോർഡ് ചെയ്തത്. ആ റെക്കോർഡ് ചെയ്തതിനകത്ത് വസ്തുതകളില്ലെന്ന് എല്ലാവർക്കും നിശ്ചയമുണ്ടല്ലോ. അപ്പം എന്തുകൊണ്ടാണ് ഇവർ കള്ളക്കഥ രചിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ് ആ കള്ളക്കഥ ഇവർ ഇത് രചിച്ചത്? ആർക്ക് വേണ്ടിയിട്ടാണ്? ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ? ചില ഫെമിനിസ്റ്റുകൾ അവരെ സപ്പോർട്ട് ചെയ്തും വരുന്നുണ്ട് എന്നുള്ളതാണ് അത്ഭുതം. പകൽ പോലെ വെളിച്ചത്തിൽ പോലും. അതിനെന്താ കാരണം? ഇനി നക്കാപ്പിച്ചെന്തെങ്കിലും കിട്ടിക്കാണും. ഈ പറയുന്ന സോക്കോൾഡ് ഫെമിനിസ്റ്റുകളുടെ പലരെ സംബന്ധിച്ചും അവരെ സംബന്ധിച്ച് നക്കാപ്പിച്ച കിട്ടിക്കഴിഞ്ഞെങ്കിൽ ആ നക്കാപ്പിച്ചയുടെ പിന്നാലെ പോകുന്നവരാണ് ഇവർ പലരും. അങ്ങനെയുള്ള ചിലർ ഇവരെ പിന്താങ്ങാം. കാരണം സ്ത്രീ ആയതിൻ്റെ പേരിലാണ്. വലിയ വിഷയമാണല്ലോ ഇത്, സ്ത്രീ ആയതിൻ്റെ പേരിലാണ്. പക്ഷേ സംഭവം വസ്തുതാപരമാണോ, അല്ലെങ്കിൽ പയ്യന്നൂരിൽ സംഭവത്തിൻ്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതല്ലേ? എന്താണ് ബസ്സിൽ സംഭവിച്ചത്? ഇത് വളരെ പകൽ പോലെ വ്യക്തമാണ്. അങ്ങനെയുള്ളൊരു സംഭവത്തെ മറച്ചു പിടിക്കാനായിട്ട് ഇവർ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം അതിനെ അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അങ്ങനെയാണ്. ഇവരിലൊരു തീവ്രവാദ സ്വഭാവമുണ്ട്. അതായത് തീവ്രവാദികൾ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഫിറിനെ കൊന്നാൽ സ്വർഗം കിട്ടും. ഇത് ഒരാളെ കൊന്നാലും കുഴപ്പമില്ല, തനിക്ക് റീച്ച് കിട്ടിയാൽ മതി എന്നുള്ളതാണ്. ഒരു സോഷ്യൽ മീഡിയ ഭ്രാന്തിൻ്റെ പുറത്താണ് ഇവർ ഈ പറയുന്ന മുഴുവൻ അതിക്രമവും കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. അതിനോട് ഒരു കാരണം പറഞ്ഞത്, ഷിംജിത എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ സ്വാധീനമൊന്നുമില്ല, വലിയ റീച്ചൊന്നും അവർക്കുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരാൾ റീച്ച് ഉണ്ടാക്കാനുള്ള പരിശ്രമം നടത്തുകയാണ്. ആ റീച്ചിന് വേണ്ടിയിട്ട് അവർ ഇരയാക്കി വെക്കുന്നത് ഒരു ഹൈന്ദവ പിന്നാക്ക സമുദായത്തിൽപ്പെട്ട ആളെയാണ്. ഇത് വളരെ ആസൂത്രിതമാണ്. ഈ സംഭവം സത്യമാണെന്ന് ആയിരുന്നുവെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പോകാവുന്നത് നൂറുകണക്കിന് ആളുകൾ ഇവർ മതപരിവർത്തനം നടത്തും. അതിനുവേണ്ടിയുള്ള തീവ്രവാദ ശക്തികളുടെ വളരെ ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ്. അതിനെനിക്ക് മനസ്സിലാക്കുന്നത് ഇതിനകത്തെക്കുറിച്ച് വലിയൊരു അന്വേഷണം ആവശ്യമാണ്. അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. ഇവർക്ക് മാത്രമല്ല, ഇവർ വീട്ടുകാർക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഇവർ ഭർത്താവ് ഇവർ എന്തൊക്കെ സെപ്പറേറ്റഡാണെന്ന് മനസ്സിലാക്കിയത്. അതെ, അതിപ്പോൾ ഏതോ ശരിയോ തെറ്റോ എന്തോ ആവട്ടെ, ഏതാണെങ്കിലും ഇവരുമായിട്ട് ബന്ധപ്പെട്ട പലർക്കും ഇക്കാര്യത്തിൽ വലിയ പങ്കുണ്ട്. ഒരു ഗൂഢാലോചനയുടെ ഫലം തന്നെയാണ് ഈ പറയുന്ന പയ്യന്നൂരിൽ നടന്നത്. ഒരു യാദൃച്ഛിക സംഭവമായിട്ട് നമുക്ക് ഒരിക്കലും അതിന് വിശേഷിപ്പിക്കാൻ വേണ്ടി സാധ്യമല്ല. ഒരു ഹൈന്ദവ വിരുദ്ധ നീക്കത്തിൻ്റെ ഉത്തമ തെളിവായിട്ട് ഈ പറയുന്ന പയ്യന്നൂരിൽ ബസ്സിൽ നടന്നുള്ള സംഭവത്തെ ഞാൻ നോക്കിക്കാണുന്ന ആ നിലയ്ക്കാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് നിരന്തരം നിങ്ങളുടെ മുന്നിൽ സവിശേഷമായ വാർത്തകളും വർത്തമാനങ്ങളുമായി വരുന്നുണ്ട്. നമ്മുടെ ചാനലിനെ സഹായിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ നമ്മുടെ പേജ് തുറന്നു വരും. അതിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. തൊട്ടുപുറത്തുള്ള ബെൽ ഐക്കണും അമർത്താൻ മറക്കാതിരിക്കുക. ഇന്ത്യ ലൈവിനൊപ്പം സഞ്ചരിക്കുക.